കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ബോയ്സ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ പ്രതികളായ 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സൗകര്യമൊരുക്കും. ആദിത്യൻ, ആകാശ്, അഭിരാജ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കേസുമായി നേരത്തെ ബന്ധപ്പെട്ട് പിടികൂടിയ പ്രതികളിൽ ആദിത്യൻ, അഭിരാജ് എന്നിവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു. സംഭവത്തിൽ അന്വേഷണത്തിനായി 4 അധ്യാപകരെ ഉൾപ്പെടുത്തി കോളേജ് പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. കളമശ്ശേരി പോളിടെക്നിക് ബോയ്സ് ഹോസ്റ്റലിൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച റെയ്ഡിലാണ് 2 കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയത്. രാത്രി 9 മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഇന്ന് പുലർച്ചെ 4 മണിവരെ നീണ്ടു. റെയ്ഡിനെ തുടർന്ന് 3 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസിനെ കണ്ടതോടെ 3 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു. പരിശോധനകളിൽ കണ്ടെടുത്ത കഞ്ചാവ് ഹോളി ആഘോഷത്തിനായി എത്തിച്ചതാണെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടവർക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. കഞ്ചാവ് എത്തിച്ചു നൽകിയത് ആരെന്ന് കണ്ടെത്താനും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഹോസ്റ്റലിൽ മിന്നൽ പരിശോധന നടത്തിയത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും അന്വേഷിക്കും. തൃക്കാക്കര ACPയുടേതും നാർക്കോട്ടിക് സെൽ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെടുത്തത്. അതേസമയം കഞ്ചാവ് കേസിൽ പിടിയിലായ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയെ സംരക്ഷിച്ച നിലപാടാണ് SFIയുടേത്. അഭിരാജിനെ ഭീഷണിപ്പെടുത്തി പോലീസ് കേസെടുത്തെന്നാണ് SFI ഏരിയ പ്രസിഡന്റ് ദേവരാജ് ആരോപിച്ചത്. അഭിരാജ് സിഗരറ്റ് പോലും ഉപയോഗിക്കുന്ന ആളല്ല. 2 കിലോയോളം കഞ്ചാവ് പിടികൂടിയത് KSU നേതാവിന്റെ മുറിയിൽ നിന്നാണ്. ആകാശിനൊപ്പം KSU നേതാവ് ആദിലാണ് മുറിയിൽ താമസിച്ചിരുന്നത്. ഒളിവിൽ പോയ ആദിൽ KSUവിനായി മത്സരിച്ച വിദ്യാർത്ഥിയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നും SFI ആവശ്യപ്പെട്ടു. ഇതിനകത്ത് ആമുഖമായി തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ രാത്രിയോടുകൂടി ഇവിടുത്തെ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെയും എക്സൈസ് വിഭാഗത്തിന്റെയും ഭാഗമായിട്ട് നമ്മുടെ ഹോസ്റ്റലിൽ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിനകത്ത് റെയ്ഡ് നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഹോസ്റ്റലിലെ 2 നിലകളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഒരു മുറിയിൽ 2 കിലോയുടെ അടുത്ത് വരുന്ന കഞ്ചാവും അതുപോലെ തന്നെ മുകളിലത്തെ മുറിയിൽ നിന്ന് 10 ഗ്രാമിൽ താഴെ വരുന്ന കഞ്ചാവിന്റെ ഒരു ചെറിയ പാക്കും കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കഞ്ചാവ് ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയും അതുപോലെ തന്നെ ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയും മുറിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ആദിൽ ഇന്നലെ രാത്രി ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു. ഇവിടെ റെയ്ഡ് നടന്ന സാഹചര്യത്തിനകത്ത് ആദിൽ ഈ ക്യാമ്പസിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആദിൽ കഴിഞ്ഞ വർഷം ഈ ക്യാമ്പസിനകത്ത് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ആ 2 കിലോ കഞ്ചാവ് പിടിച്ച കേസിനകത്ത് ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിനകത്ത് പോലീസിന് കൃത്യമായിട്ട് ആകാശ് മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഈ ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന അനന്തു എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥിയും ചേർന്നാണ് ഈ ക്യാമ്പസിനകത്തേക്ക് ഹോസ്റ്റലിനകത്തേക്ക് 2 കിലോയോളം വരുന്ന കഞ്ചാവ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. ആ മൊഴി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ അനന്തു എന്ന് പറയുന്ന വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിനകത്ത് സജീവമായി KSUവിന്റെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അവരുടെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ KSUവിന്റെ ഈ ക്യാമ്പസിനകത്തുള്ള പ്രൊഫൈലുകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിനകത്ത് SFIയെ പഴിചാരുന്നതുമായി ബന്ധപ്പെട്ട് SFIയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തു, SFIയുടെ നേതാവിനെ പിടിച്ചു എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പസിനകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടെ ഈ ഘട്ടത്തിൽ SFIയുടെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ആണയിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും, ഈ ക്യാമ്പസിനകത്ത് SFIയുടെ യൂണിയന്റെ ഭാഗമായി നിൽക്കുന്ന 7 വിദ്യാർത്ഥികളോ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളിലോ ഒരാളോ പോലും ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കാത്ത വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥിയുടെ അഭിരാജിന്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ഷർട്ടിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല, അഭിരാജിന്റെ ബാഗിൽ നിന്ന് സാധനം പിടിച്ചിട്ടില്ല. അഭിരാജ് ഇന്നലെ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിനകത്ത് ഈ ഹോസ്റ്റലിനകത്ത് പോലും ഉണ്ടായിട്ടില്ല. ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്ത സംഭവത്തിൽ പുറത്തുനിന്നുള്ളവരുടെ പങ്കുണ്ടെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് തൃക്കാക്കര ACP PV ബേബി മാധ്യമങ്ങളോട് പറഞ്ഞു. സംഭവത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കുണ്ടെന്ന് കരുതുന്നുവെന്നും ACP വ്യക്തമാക്കി. ക്യാമ്പസിനകത്തും പുറത്തുമുള്ളവർക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക വിവരം. പൂർവ്വ വിദ്യാർത്ഥികളുടെ പങ്കിൽ കൂടുതൽ അന്വേഷണം വേണം. എത്തിച്ചവരുമായി ബന്ധപ്പെട്ട സൂചന ലഭിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കും വ്യക്തമായ പങ്കുണ്ട്. അതല്ലാതെ കോളേജിലേക്ക് പുറമേ നിന്നൊരാൾക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല. വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പരിശോധിച്ചിട്ടില്ലെന്നും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണെന്നും PV ബേബി വ്യക്തമാക്കി. ഇന്റലിജൻസ് ഇൻഫർമേഷനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് സെൽ ACPയുടെയും ഡാൻസ് ഓഫ് ടീമിന്റെയും കളമശ്ശേരി പോലീസിന്റെയും ഒക്കെ
നേതൃത്വത്തിൽ ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക്കിൽ അതിൻ്റെ ഹോസ്റ്റലിൽ നമ്മൾ ഒരു വ്യാപകമായ റെയ്ഡ് നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് ഏകദേശം 2 കിലോയോളം കഞ്ചാവ് കിട്ടുകയും 3 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 കേസുകളിലായിട്ടാണ്. 2 നിലകളുള്ള ഹോസ്റ്റലാണ്. 2 നിലകളിലും 10 റൂമുകൾ വീതമാണുള്ളത്. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് 1 കിലോ 900 ഗ്രാം കഞ്ചാവും മറ്റൊരു സ്ഥലത്ത് നിന്ന് 9.7 ഗ്രാമുമാണ് കിട്ടിയത്. 2 റൂമുകളിലും അതാത് റൂമുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ 2 കേസുകളായിട്ട് എടുത്തത്. ഒരു കേസിൽ 2 വിദ്യാർത്ഥികളായിരുന്നു. അത് 9 ഗ്രാം കിട്ടിയ റൂമിൽ 2 വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ മേശയിൽ നിന്ന് അവരുടെ പൊസഷനിൽ നിന്നാണ് കിട്ടിയത്. മറ്റൊന്ന് 1 കിലോ 900 ഗ്രാം. അങ്ങനെ 2 കേസുകളാണ് നമ്മൾ ഇന്നലെ നടത്തിയ ആ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി. നമ്മൾ വളരെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള അലോസരവും ഉണ്ടാക്കാതെ മേലധികാരികളുടെ പോളിടെക്നിക് മേലധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങിയതിന് ശേഷമാണ് അവിടെ നമ്മൾ അന്വേഷണം നടത്തിയതും ഈ കേസുകൾ. നിലവിൽ പിടികൂടിയിരിക്കുന്ന ആളുകൾ ഈ കഞ്ചാവ് കച്ചവടം ചെയ്യാനായിട്ട് തന്നെ അത് ശേഖരിച്ചതാണോ, അത് വിദ്യാർത്ഥികൾക്കിടയിലായിരുന്നു കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് ആ വിവരങ്ങൾ? വിദ്യാർത്ഥികൾക്കിടയിൽ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത് സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലാണ്. അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ താമസിക്കുകയും അവിടെ പഠിക്കുകയും ചെയ്യുന്നതാണ്. മാത്രമല്ല, നമുക്ക് കിട്ടിയിരുന്നൊരു ഇൻഫർമേഷൻ, ഇന്ന് നടക്കുന്ന ഹോളി ആഘോഷത്തോടനുബന്ധിച്ച് ആഘോഷം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ അവർ വ്യാപകമായ രീതിയിൽ ഈ കഞ്ചാവ് കളക്ട് ചെയ്തതെന്നും പിരിവ് എടുക്കുന്നതെന്നൊക്കെയാണ് കിട്ടിയ ഇൻഫർമേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ റെയ്ഡ് നടത്തിയത്. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം.